നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ചൈനയിലോട്ട് പോയിരിക്കുകയാണ്. ഒരു നിർണായകമായ മീറ്റിങ്ങിന് വേണ്ടി ചൈനയുമായി. ഇന്ത്യ ചൈന മീറ്റിംഗാണ്. സാധാരണ ഇത്തരത്തിൽ ഇന്ത്യ ചൈന യോഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കാറുണ്ട്. നമ്മളെ പ്രതിനിധീകരിച്ച് പോകുന്ന നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഒക്കെ അല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരോ ഒക്കെ അത്ര നല്ല ഹാപ്പി ആയിട്ടൊന്നും അല്ല തിരിച്ചു വരാറുള്ളത്. പക്ഷെ ഇത്തവണ ജയശങ്കർ അവിടെ പോയി കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നടന്നു. ഷീ ജിൻപിങ്ങിനെ കാണാനില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഷീ ജിൻപിങ്ങിനെ കണ്ടുപിടിച്ചു, നേരിട്ട് മീറ്റ് ചെയ്തു. എന്തൊക്കെയോ പിന്നണിയിൽ ഒരുങ്ങുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു സഖ്യം ഒക്കെ ഉണ്ടാകുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടാകുന്നുണ്ടോ? സഖ്യം ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ, അത് അവരുടെ കൂടി ആവശ്യമാണ്. ഇനി ഇന്ത്യയെ കൂടെ നിർത്തുക, കാരണം അപ്പുറത്ത് ട്രംപ് അമ്മാവൻ അതെ കൊടുമ്പിരി കൊണ്ടിരിക്കുക, ചങ്ങല പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയെ തഴഞ്ഞുകൊണ്ട് എന്തായാലും ഇനിയുള്ള ലോകരാഷ്ട്രക്രമത്തിൽ മുന്നോട്ട് പോവുക അസാധ്യമാണ്. ആ ഒരു രീതിയിലേക്ക് ഇന്ത്യയുടെ വളർച്ച എത്തിയിട്ടുണ്ട്. എന്തൊക്കെ കുറവുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും നമുക്കത് മറച്ചു വെക്കാൻ പറ്റില്ല. പിന്നെ 5 വർഷം മുമ്പാണ് ലഡാക്കിലെ ഗാൽവാനിലെ അതിർത്തിയിലെ ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. അല്ല, വിദേശകാര്യമന്ത്രി പോകുന്നത് അല്ല, രാജ്നാഥ് സിംഗ് പോയിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഇതിനായിരുന്നു, ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഇതിനായിരുന്നു പോയത്. അതെ, വിദേശകാര്യമന്ത്രി ആദ്യമായിട്ടാണ് പോകുന്നത്. വിദേശകാര്യമന്ത്രി 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ മുങ്ങാങ്കുഴി എടുത്ത് കണ്ടെടുത്തു എന്ന് പറയുന്നത് പോലെ ഷീ ജിൻപിങ്ങിനെയും കണ്ടു. അവിടുത്തെ വിദേശകാര്യമന്ത്രി വാങ്ങിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അവിടുത്തെ പ്രസിഡന്റ് ഹാൻ ഷെങ് ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തി. ഈ കൂടിക്കാഴ്ചയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കൈലാസ് മാനസ സരോവർ യാത്രയുണ്ടല്ലോ, അതിന് ഇവരുടെ കൂടി ഒരു ഇതുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നമുക്ക്. ടിബറ്റാണ്, പക്ഷെ ചൈനയാണ് അതിന്റെ ഇത് തരുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതാ അങ്ങനെയാണ് അതിന്റെ ഒരു വിഷയം. എനിക്ക് കൃത്യമായിട്ട് അതെ, ചൈനയുടെ പെർമിഷൻ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ വിമാന സർവീസൊക്കെ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ രാജ്യങ്ങളിലെ അതായത് ചൈന, ഇന്ത്യ, ഇറാൻ, റഷ്യ, കസഖ്സ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ബെലാറൂസ് എന്നീ വിദേശ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് ജയശങ്കർ എത്തിയതെങ്കിലും കൂടുതലും നടന്നത് ഇന്ത്യ ചൈന ടൈഅപ്സിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നമ്മുടെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്ക് മുമ്പ് എവിടെയെങ്കിലും ഒരു ഉരച്ചിലും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഈ പറയുന്ന പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതി, അതൊരു ചൈനീസ് തന്ത്രമാണ്. ആ തന്ത്രം വിലപ്പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ അതേ തന്ത്രം നേരെ തിരിച്ച് ഇന്ത്യ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് ജയശങ്കർ ചൈനയിലെത്തും മുമ്പ് ദലൈലാമയുടെ 90ാം പിറന്നാളാഘോഷത്തിൻ്റെ സന്തോഷമുണ്ടായിരുന്നല്ലോ. അത് ആ പിറന്നാളാഘോഷം നമ്മുടെ ഒരു സന്ദേശം, നമ്മളെന്താണ് എന്നുള്ളത് അറിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ദലൈലാമ വിഷയത്തിൽ. അപ്പോൾ അത് നമ്മുടെ സ്റ്റാൻഡ് അതാണ്. അതിൽ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും മാറ്റമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ദലൈലാമ വിഷയം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചൈനയുടെ മുമ്പിൽ എത്തിക്കാൻ കൂടി ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ചൈനീസ് നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചയിൽ ഭീകരവാദ ഭീഷണിയും ചൈനയുടെ ദോഷകരമായിട്ടുള്ള വ്യാപാര വ്യവസ്ഥകളും ഒക്കെ സംബന്ധിച്ച് ഇന്ത്യൻ നിലപാടുകൾ എന്താ പറയുക, കർക്കശ്യത്തോടു കൂടി തന്നെ ജയശങ്കർ സംസാരിച്ചു. ജയശങ്കറിൻ്റെ സംസാര രീതി എപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യതയുണ്ട്. കാരണം അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നേരെ വാ നേരെ പോ എന്നുള്ള മട്ടാണ്. ഈ ചൈനയ്ക്ക് അത് പറ്റില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഒരു വിഷയം. അപ്പോൾ ഇത്തവണ ഈ ഒരു കാര്യമൊക്കെ നമ്മളത് ഉപയോഗിച്ചതുകൊണ്ട്, അത് ഈ സാഹചര്യം പോലും നമ്മുടെ ഒരു നിലപാട് പറയാൻ ഉപയോഗിച്ചതൊക്കെ കൊണ്ട്, ഈ മാത്രമല്ല ട്രംപിൻ്റെ കയ്യിൽ നിന്ന് പണിയും കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ വെടക്കാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും എന്നുള്ളതും അവർക്കറിയാം. അപ്പോൾ ഇതെല്ലാം പറയുന്നത്, അതായത് ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, പാകിസ്ഥാനുമായിട്ട് അവർ സഹായിച്ചു എന്നുള്ള വിഷയമൊക്കെ ഒരുപക്ഷെ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ നിലപാടുകൾ ഇതിലെല്ലാം പറയുമ്പോഴും ഈ പറയുന്ന ചൈനീസ് പ്രസിഡന്റ് ഒന്നും
ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. വിമർശിക്കാനോ താൻ പോരുമ കാണിക്കാനോ ഒന്നിനും അവിടെ മുതിർന്നിട്ടില്ല. അങ്ങനെ ഒരു കാരണം അത് ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പൊ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയാണ്. അപ്പൊ എന്തായാലും പുതിയൊരു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള ദ ഗ്ലോബൽ ടൈംസ് എഴുതിയത് ഈ എസ് ജയശങ്കറിന്റെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് പുതിയൊരു മാനം നൽകുമെന്നാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് ചൈന. അതാണ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ടൊരു പോക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത് കൂടിക്കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ചൈനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷെങ് പരസ്പരം വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന പങ്കാളികളാകുന്നതാണ് ഇന്ത്യക്കും ചൈനയ്ക്കും നല്ലത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. 2020 ജൂണിലാണ് ഗാൽവാനിലുള്ള പോരാട്ടം ഉണ്ടാകുന്നത്, ഗാൽവാനിലെ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അവിടെ ഇന്ത്യയുടെ 20 ജവാന്മാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചൈനയുടെ നിരവധി പട്ടാളക്കാരും പറയുന്നുണ്ട് 40ഓളം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ 4 പേര് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ചൈന അടിച്ച വാദം. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ പറയുന്ന വർഷങ്ങളിൽ അത്രയും വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ടിക്ടോക്ക് അടക്കമുള്ള 58ഓളം ചൈനീസ് ആപ്പുകൾ വിലക്കുകയും സുരക്ഷാ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിരവധി മേഖലകളിൽ ചൈനീസ് നിക്ഷേപം തടയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് തടഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മനിർഭർ ഇന്ത്യ, അതായത് ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾക്കൊക്കെ വേഗം കൂടി. നമ്മൾ 5G സാങ്കേതികവിദ്യ സ്വന്തമായിട്ട് വികസിപ്പിക്കാനായതും നടപ്പിലാക്കാനായതും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. കൂടുതൽ ചൈനയെ ആശ്രയിക്കാൻ പോവാതെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതൊക്കെ തടയാൻ ലക്ഷ്യം വെച്ച് ഇത്തരം നീക്കങ്ങളൊന്നും, അതായത് അവർ നമുക്ക് ആപ്പ് വെക്കാൻ നോക്കിയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ആപ്പ് വെക്കലൊന്നും നടന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ആപ്പിൽ അവരുടെ വായി തന്നെ അണ്ണാക്കി തന്നെ അടിച്ച പോലത്തെ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് അടി കൊടുക്കാനായിട്ട് വടി വാങ്ങി നിന്നത് ട്രംപുമാണ്. നമുക്ക് ഒരവസരവും കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞു അതിർത്തി പ്രശ്നമാണ്, അതിൽ വാണിജ്യ വ്യാപാര കരാറുമായിട്ടൊന്നും ബന്ധിപ്പിക്കാൻ നിൽക്കരുത്. അപ്പം നമ്മൾ പറഞ്ഞു നടക്കില്ല അളിയ, ഇതിങ്ങനെ തന്നെ പോവുള്ളൂ, ഒരുമിച്ച് മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോവാം, ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അവിടെയും പറഞ്ഞു. അപ്പോൾ നിരവധി സൈനിക തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ ഒക്ടോബറിലാണ് അതിർത്തിയിലെ സംഘർഷം ഒന്ന് അയഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെപ്സാങ് ഡെംചോക്ക് മേഖലകളിലെ പട്രോളിംഗ് സംബന്ധിച്ചിട്ടുള്ള തർക്കം അവസാനിക്കുകയും 2 രാജ്യങ്ങളുടെയും സൈനികരൊക്കെ മുൻ സ്ഥാനങ്ങളിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതെ, പിന്നീടാണ് റഷ്യയിലെ ഒരു ഉച്ചകോടിയിൽ, കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ആ കൂടിക്കാഴ്ചയിലെ അതിർത്തി തർക്ക പരിഹാരത്തിനുള്ള ഒരു പ്രത്യേക പ്രതിനിധി സംവിധാനം പോലുള്ള സംവിധാനങ്ങളൊക്കെ ആരംഭിക്കാനായിട്ടുള്ള ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇന്ത്യയിലെ പ്രധാന നേതാക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടക്കുന്ന സമയത്തോ അതിനു മുമ്പോ പലതവണ ചൈന പ്രകോപനം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കത് അനുഭവമുണ്ട്. അപ്പോൾ അതൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടൊക്കെ സൈക്കോളജിക്കലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൈനീസ് തന്ത്രമാണ്, ഒരു മുൻതൂക്കം നൽകാൻ. കാരണം ആ ഒരു സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അവിടെ കയറി അവരടിക്കും. അത് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് അപ്സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അത് നമ്മളൊരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കും. അപ്പം അങ്ങനെയുള്ള തന്ത്രങ്ങൾ കൂടി, വളരെ എന്താ പറയുക, സൈക്കോളജിക്കലി ഉള്ള തന്ത്രങ്ങളും കൂടി ചൈന പയറ്റുന്നുണ്ട്. സൈക്കോളജിക്കൽ മൂവാണ്, അതും കൂടി നടത്താറുണ്ട്. അപ്പോൾ 2017 സെപ്റ്റംബറിൽ ചൈനയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് മോദി ഷീ കൂടിക്കാഴ്ച നടക്കുമ്പോഴാണ് ഡോക്ലാമിൽ മുഖാമുഖം നിൽക്കുന്ന ഈ 2 സൈന്യങ്ങളും തമ്മിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൈനയിലും സർക്കാർ മാധ്യമങ്ങളൊക്കെ വാദോരാതെ എഴുതിയത് ഇന്ത്യക്ക് പ്രത്യാഘാതം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തിയൊക്കെയാണ്, മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടാണ് എഴുതിയത്. അപ്പോൾ 73 ദിവസം ഈ സംഘർഷം നിലനിന്നു എന്നുള്ളതാണ്. 73 ദിവസം കഴിഞ്ഞപ്പോൾ ചൈനയ്ക്ക് സ്വയം പിൻവാങ്ങേണ്ടി വന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ സൈന്യം വിട്ടുകൊടുത്തില്ല. വിട്ടുകൊടുക്കണ്ട എന്നുള്ള കൃത്യമായ നിർദ്ദേശം
നമ്മുടെ സൈനികർക്കും കിട്ടി. അത് സൈനികരെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക, വലിയൊരു കാര്യമാണ്. ഇങ്ങോട്ട് അടിച്ചാൽ നിങ്ങളൊന്നും നോക്കണ്ട, തിരിച്ച് കയറി അടിച്ചോ എന്ന് പറയാനും ഒരു ധൈര്യം വേണം. ഇല്ലെങ്കിൽ അടി വാങ്ങി പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ സൈന്യം നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇന്ന് അതില്ലാത്തതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. 2019 ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന പോലെ അവിടുത്തെ അതിർത്തിയിൽ ചൈനീസ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകുന്നുണ്ട്. അതിനു മുമ്പ് ചൈന കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഉന്നയിച്ചൊരു അവസ്ഥയുണ്ടായി. 2020 നവംബറിലെ SCO സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഗാൽവാനിലെ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഗാൽവാൻ ഏറ്റുമുട്ടലിന് പിന്നീട് രാഷ്ട്രീയ നേട്ടത്തിനായിട്ടൊക്കെ ഷീ ഉപയോഗിച്ചു. 2022 20ാം പാർട്ടി കോൺഗ്രസ്സിൽ ഗാൽവാൻ പോരാട്ടത്തിൻ്റെ ദൃശ്യങ്ങളടക്കം ഷീ ജിൻപിങ് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കമാൻഡർ കി ഫബാവോ ഇന്ത്യൻ സൈനികരെ നേരിടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഇതൊക്കെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയുടെ 90ാം പിറന്നാൾ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ച് പ്രശംസിച്ചത് ഓർമ്മയുണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസം അതേ സമയം തന്നെ പിറന്നാൾ ചടങ്ങിൽ ബുദ്ധമത വിശ്വാസിയായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹം പങ്കെടുത്തു. ലാമയുടെ പുനരവതാരത്തെ തീരുമാനിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇത് ചൈനയുടെ ചങ്കിൽ തറക്കുകയും പിന്നെ നിരവധി വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിബറ്റൻ കാർഡ് കളിക്കരുതെന്നാണ് അവരുടെ വക്താവ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള ടിബറ്റുമായിട്ടുള്ള ആണ് അതിർത്തി ഉള്ളത് എന്ന് നമ്മുടെ അരുണാചൽ പ്രദേശ് മന്ത്രിയായിട്ടുള്ള പേമ ഖണ്ഡു പറഞ്ഞ വിഷയം വരുന്നത്. അപ്പോൾ അവിടെ എല്ലായിടത്തും തന്നെ നമ്മൾ കൃത്യമായൊരു മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പിന്നീട് ഈ കഴിഞ്ഞ ദിവസമാണ് ഞായറാഴ്ച പുലർച്ചെ മ്യാൻമറിൽ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് നമ്മൾ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൈന്യം പറഞ്ഞിരിക്കുന്നത് സൈന്യമല്ല അത് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉൾഫ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതെല്ലാം ഇന്ത്യയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഇന്ത്യ അതിൽ നമുക്ക് പങ്കില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചൈനയുടെ പ്രാദേശിക സുരക്ഷാ സംവിധാനത്തിൽ നിർണായകമായ ഒരു ഘടകത്തെയാണ് സത്യത്തിൽ ഇന്ത്യ ഇല്ലാതെയാക്കിയത്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതി ഉണ്ടല്ലോ, BRI പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മേഖലകളെയൊക്കെ സംരക്ഷിക്കുന്നതിൽ ഈ പറയുന്ന ഭീകര സംഘടനകൾക്കൊക്കെ പങ്കുണ്ട്. അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചൈനയെ ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചോക്ഫ്യൂ മണ്ഡല ഇടനാഴി പോലുള്ള ഊർജ വിതരണ ശൃംഖലയുടെ സുരക്ഷയാണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം. മറ്റൊന്ന്, മലാക്ക കടലിടുക്ക് മറികടന്ന് മ്യാൻമാർ വഴിയുള്ള ബദൽ ഊർജ്ജപാത ഇതോടെ അപകടത്തിലാവുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ വാ നേരെ പോ എന്ന് പറയുന്ന നിലപാട് അത് ഇന്ത്യക്കുള്ളതാണ്. ജയശങ്കറിന്റെ കാര്യത്തിൽ അത് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഇതൊക്കെ ആണെങ്കിലും ചൈനയ്ക്ക് ഇത്തരത്തിൽ നേരെ വാ നേരെ പോ നിലപാടിനോട് താല്പര്യമില്ല. അപ്പോൾ അപൂർവ ധാതുക്കളുടെ കാര്യത്തിലടക്കമുള്ള ചൈനയുടെ കടുത്ത നിലപാടുകൾ, അതിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ തുടർന്ന സംഘർഷം, അതിർത്തി കടന്നുള്ള ഭീകരവാദം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ അതൃപ്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില തത്വങ്ങളൊക്കെ പാലിച്ചാൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നടക്കില്ല എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ ഇവരെ എപ്പോഴും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈന പാകിസ്ഥാൻ ഉപയോഗിച്ചത് മുഴുവൻ ചൈനയുടെ എക്യുപ്മെന്റ്സ് ആണ്. സാറ്റലൈറ്റ് പോലും അങ്ങനെയായിരുന്നു. അപ്പൊ ഈ പറയുന്ന നീക്കങ്ങളെല്ലാം ചൈന നടത്തുന്നുണ്ട്. പക്ഷെ ചൈനയ്ക്ക് ഇപ്പോ വായില് പ്ലാസ്റ്റർ ഒട്ടിച്ച് നിൽക്കണ്ട അല്ലെ ഒരവസ്ഥയാണ്. ചൈനയ്ക്ക് അവിടെയും തൊടാൻ പറ്റുന്നില്ല, ഇവിടെയും തൊടാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ എന്താ പറയുക കുത്തിത്തിരിപ്പും കുന്നായ്മയുമായിട്ട് മുന്നോട്ട് പോകാനും വയ്യ. ഇന്ത്യയെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ചൈനയുടെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല, നടത്താൻ ഇന്ത്യ അനുവദിച്ചിട്ടുമില്ല. അതൊരുപക്ഷെ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടായിരിക്കും. ഒരുപക്ഷെ ഇത്ര കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്, നമുക്ക് സംസാരിക്കേണ്ടത് ഇന്ന വിഷയമാണ്, നമുക്ക് ഊന്നി പറയേണ്ട വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു വെൽ പ്ലാൻ കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയിലും ഉണ്ടാകും. അതിനിടയിൽ വരുന്ന ഈ വിഷയങ്ങളിലാണ് നമ്മൾ വളരെ കൃത്യതയോടുകൂടി മറുപടിയും കൊടുത്തിട്ടുള്ളത്. എന്തായാലും ചൈനയ്ക്ക് നല്ലൊന്നാന്തരം ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്, ഒരു പത്തിക്കടി കിട്ടിയിട്ടുണ്ട്. ചൈനയ്ക്ക് ഇനി പെട്ടെന്ന് തല ഉയർത്താൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട്.